നമസ്തേ. മഴക്കാലമൊക്കെ വരികയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ ആഹാരശീലങ്ങളിലൂടെ നല്ല രോഗപ്രതിരോധ ശേഷി കൈവരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇലക്കറികളൊക്കെ വളരെ നല്ലതാണ്. ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ ഒരു തോരനാണ് തയ്യാറാക്കുന്നത്. ഇത് അത്ര സർവ്വസാധാരണമായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇത് മണിത്തക്കാളി എന്നൊക്കെ പറയും. മണിത്തക്കാളി ചീര, ബ്ലാക്ക് നൈറ്റ് ഷെയ്ഡ് എന്നാണ് ഇതിന് ഇംഗ്ലീഷിലുള്ള പേര്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പൂവും കായൊക്കെ ഉണ്ടാക്കാൻ പറ്റൂത്ര. അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട്. അൾസറിന് പിന്നെ വായ്പുണ്ണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ നാളികേരം ചിരകിയത്, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളകും കൂടി ചതച്ചതാണ്, പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി എല്ലാത്തിനും നമ്മൾ ചേർക്കുന്നത് നല്ലതാണ്. കാരണം നല്ലതാണല്ലോ ഇമ്മ്യൂണിറ്റിക്കും രോഗപ്രതിരോധ ശേഷിക്കും വിഷാംശങ്ങൾ പുറന്തള്ളാനൊക്കെ നല്ലതാണല്ലോ. ഈ മണിത്തക്കാളി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് കുറച്ച് നേരം ആദ്യം ഒന്ന് കഴുകിയതിന് ശേഷം 1-2 തവണ നന്നായി കഴുകുക. അതിലേക്ക് കണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കച്ചവടക്കാർ പറഞ്ഞതാണ് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്കത് എടുക്കുകയും ചെയ്യാം. തണ്ട് ഒഴിവാക്കിയിട്ട് ഇലയും കായും പൂവും കട്ട് ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞത്, മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ നന്നായിട്ട് കഴുകുക. എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പിൽ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുറച്ച് കല്ലുപ്പ്, അല്ലെങ്കിൽ കല്ലുപ്പ് അല്ലെങ്കിൽ ഞാൻ പൊടിയ ഉപ്പാണ് ഇട്ട് വെച്ചത്, കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് വീണ്ടും കഴുകുക. എന്നിട്ട് പിന്നെ നല്ല വെള്ളത്തിലും ഉപ്പ് വെള്ളത്തിലും മഞ്ഞൾപ്പൊടി വെള്ളത്തിലും കഴുകി ഒരു തവണ കൂടി നല്ല വെള്ളത്തിൽ കഴുകി. ഇപ്പോൾ വല്ല വിഷാംശമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ചെയ്തത്. ഇപ്പം നമ്മൾ വെളിച്ചെണ്ണയിൽ ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചതിലേക്ക് ഈ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് നമ്മൾ തോരനാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള ആ ഒരു പച്ച ചുവന്ന് മാറി കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, അതിന് ശേഷമാണ് നമ്മൾ ഇല അതിലേക്ക് ഇടുന്നത്. നമ്മൾ ഇല അതിലേക്ക് ഇടുകയാണ്. കുറച്ച് അതുകൊണ്ട് ചുരുങ്ങി കുറച്ചുണ്ടാവുള്ളൂ. വെന്ത് വരുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് ചുരുങ്ങി. ഇലക്കറികളൊക്കെ അങ്ങനെയാണല്ലോ. അത് നമുക്ക് തോന്നും കുറേ ഉണ്ട്, ഒരുപാടുണ്ട് തോന്നും. പക്ഷേ പിന്നെ അതിൽ ജലാംശമൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചുരുങ്ങി കുറച്ചുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രൈയിലേക്ക് ഒന്ന് കൊടുത്തു. അതിൽ പൂവും കായും ഒക്കെ ചേർത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കായകളുണ്ട് അതിൽ, പിന്നെ പൂവുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളതിലേക്ക് ചേർത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് നന്നായിട്ട് വെന്തിടണം. ഇതൊക്കെ വേവാൻ വലിയ താമസമൊന്നുമില്ല. നമുക്ക് ഇനി അതൊന്ന് അടച്ചു വെക്കാം. ഒന്ന് അടച്ചു വെക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. കുറച്ച് നേരമായി അടച്ചു വെച്ചതിന് ശേഷം വേഗം ഇലക്കറിയല്ലേ ഉണ്ടോ, നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇലക്കറി ആകുമ്പോൾ അതിൽ തന്നെ ധാരാളം ജലാംശം ഉണ്ടാവും. കണ്ടോ, അടിയിൽ വെള്ളം നിൽക്കുന്ന നോക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം തുറന്ന് വെച്ചിട്ട് നമ്മളിത് ഇളക്കണം. അപ്പം അതിൻ്റെ മുൻപേ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിന് ഇപ്പം എല്ലാം എത്രയും ചുരുങ്ങി ഇല്ലാണ്ട് എണ്ണ നോക്കി നോക്കൂ, വളരെ ചുരുങ്ങിയിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട. ഉപ്പ് മതി. ഉപ്പ് അധികമായാലും രുചി ഉണ്ടാവില്ല. എന്നിട്ട് നമ്മളത് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട രീതിയിലാണെങ്കിൽ ഒരുപാട് ഉപ്പ് വേണം നമുക്ക് തോന്നില്ലേ. കാരണം ഒരു ചട്ടി നിറയെ ആയിട്ട് ഇല ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ, ഇല എത്ര മാത്രം ചുരുങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇതിങ്ങനെ വെന്തിട്ട് വെള്ളം വറ്റണം. അപ്പം നമ്മൾ
കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വറ്റാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് നേരം തുറന്ന് വെക്കണം. അപ്പോൾ വെള്ളം അധികം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഊറ്റിയെടുത്തിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പുഷ്പകാംശം നഷ്ടപ്പെടുന്നുണ്ടാവും. നമുക്ക് നോക്കാം. കുറച്ച് വെള്ളമേ ഉള്ളൂ, അത് വറ്റി ഇതിൽ ചേരട്ടെ. ഇപ്പൊ നോക്കൂ, നമ്മുടെ ഇതിലത്തെ വെള്ളമൊക്കെ പറ്റി. ഞാൻ ലേശം വെള്ളം ഊറ്റിയൊക്കെ വന്നു കേട്ടോ. ലേശം വെള്ളം എന്താ ഞാനിവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിനി നാളികേരം ചിരകിയത് ചേർക്കാണ്. നാളികേരം ചിരകിയത് അത്യാവശ്യം ഉണ്ട്, നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. എന്നിട്ട് നമ്മൾ ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ മണിത്തക്കാളി തോരൻ റെഡി. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു കൂട്ടോ. ഞാൻ ആദ്യമായിട്ട് കഴിക്കണേ, എന്നാലും കുഴപ്പമില്ല, രുചി ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നല്ലതാണ്. നമ്മുടെ മണിത്തക്കാളി തോരൻ റെഡി.